കൊച്ചിയിലെ തിരക്കേറിയ ഐ.ടി. പാർക്കിലെ വി.കെ. ഗ്രൂപ്പ് ഓഫീസിലെ 15-ാം നില. വൈകുന്നേരം 6 മണി കഴിഞ്ഞിട്ടും ആ ഫ്ലോറിൽ ജോലി ചെയ്യുന്ന ഒരേയൊരു വ്യക്തി ആര്യ മാത്രമായിരുന്നു. എയർ കണ്ടീഷണറിന്റെ തണുപ്പും പകുതി കെട്ടുപോയ ഓഫീസിലെ ലൈറ്റുകളും അവളിൽ ഒരുതരം അസ്വസ്ഥതയുണ്ടാക്കി. വിക്രാന്ത് ഈ കമ്പനിയുടെ സിഇഒ. അവന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ജീവനക്കാർക്ക് പേടിയാണ്. അച്ചടക്കത്തിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത, ഒപ്പം വല്ലാത്തൊരു ദേഷ്യക്കാരനായ ബോസ്. തന്നോട് മാത്രം എന്തുകൊണ്ടാണ് ഇയാൾ ഇത്രയും ക്രൂരമായി പെരുമാറുന്നത് എന്ന് ആര്യയ്ക്ക് ഇപ്പോഴും പിടികിട്ടിയില്ല. പെട്ടെന്ന് ആര്യയുടെ ടേബിളിനരികിൽ ആരോ വന്ന് നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നി. നോക്കിയപ്പോൾ മുന്നിൽ തണുത്ത ഭാവത്തോടെ വിക്രാന്ത്. ഇപ്പോഴും ജോലി തീർന്നില്ലേ ആര്യ? അവന്റെ ശബ്ദത്തിൽ പരിഹാസമുണ്ടായിരുന്നു. ആര്യ വേഗം എഴുന്നേറ്റു. തീരാറായി സർ. ഈ പ്രൊജക്ടിന്റെ ഫയൽ ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്യുകയായിരുന്നു. വിക്രാന്ത് അവളുടെ ഡെസ്കിലേക്ക് അലക്ഷ്യമായി ഒന്ന് നോക്കി. എന്നിട്ട് അവൾക്ക് നേരെ ഒരു ഫയൽ എറിഞ്ഞുകൊടുത്തു. ഇത് നാളെ രാവിലെ 10 മണിക്ക് മുമ്പ് കംപ്ലീറ്റ് ചെയ്യണം. പറ്റില്ലെങ്കിൽ രാജിവെച്ച് പൊക്കോ. എനിക്ക് കഴിവില്ലാത്തവരെ ഈ ഓഫീസിൽ ആവശ്യമില്ല സർ. ഞാൻ കഴിഞ്ഞ 3 ദിവസമായി ഇതിനുവേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. എനിക്കൊന്ന് ഉറങ്ങാൻ പോലും സമയം കിട്ടിയിട്ടില്ല. ദയവായി ഒന്ന് മനസ്സിലാക്കാമോ? ആര്യയുടെ ശബ്ദമിടറി. വിക്രാന്ത് അവളുടെ അടുത്തേക്ക് ഒരടി കൂടി വെച്ചു. അവന്റെ കണ്ണുകളിൽ ഒരുതരം കറുത്ത പകയെരിയുന്നത് അവൾ കണ്ടു. മനസ്സിലാക്കാനോ? എന്നെ ആരും മനസ്സിലാക്കിയിട്ടില്ല ആര്യ. അപ്പൊ പിന്നെ നിന്റെ ഈ ചെറിയ കഷ്ടപ്പാടുകൾ എന്തിനാണ് ഞാൻ മനസ്സിലാക്കുന്നത്? ഓർക്കുക, ഇനിയും തെറ്റുപറ്റിയാൽ ഈ ഓഫീസിൽ നിന്ന് നിന്റെ ഇറക്കം ഞാൻ തന്നെ ഉറപ്പുവരുത്തും. അവൻ തിരിഞ്ഞു നടന്നു. അവൻ എന്തിനാണ് തന്നോട് ഇത്രയും ദേഷ്യപ്പെടുന്നത്? ഇന്റർവ്യൂവിൽ തന്നെ സെലക്ട് ചെയ്തത് തന്നെ അവനാണ്. എന്നിട്ടും ഈ വിരോധം എന്തിന്? ആ ചോദ്യം ആര്യയുടെ മനസ്സിൽ ഒരു കടങ്കഥയായി നിലനിൽക്കുന്നു. അന്ന് രാത്രി വീട്ടിലെത്തിയ ആര്യ തളർന്ന് കസേരയിലേക്കിരുന്നു. അമ്മ ചോദിച്ച ചോദ്യങ്ങൾക്ക് അവൾ മറുപടി നൽകിയില്ല. വിക്രാന്തിന്റെ ഓരോ വാക്കും ഒരു വെടിയുണ്ട പോലെ അവളുടെ മനസ്സിൽ തറക്കുന്നുണ്ടായിരുന്നു. താൻ എപ്പോഴെങ്കിലും അവനെ വേദനിപ്പിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും വെച്ച് അവനെ കണ്ടിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒന്നും തന്നെ ഓർമ്മയില്ല. പക്ഷേ വിക്രാന്തിന്റെ മനസ്സിൽ ആര്യയോടുള്ള പകയ്ക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ടായിരുന്നു. താൻ അനുഭവിച്ച ഒരു വലിയ അപമാനത്തിന്റെ ഏകസാക്ഷി, അല്ലെങ്കിൽ അതിന് കാരണക്കാരി ആര്യാണെന്ന് വിക്രാന്ത് വിശ്വസിക്കുന്നു. എന്നാൽ അവൾക്ക് തന്നോട് എന്താണ് പകയെന്ന് പോലും അറിയില്ലെന്ന സത്യം അവനെ കൂടുതൽ പ്രകോപിതനാക്കുന്നു. ആര്യയുടെ ആത്മവിശ്വാസം തകർത്ത് അവളെ തെരുവാധാരമാക്കുക എന്നതാണ് വിക്രാന്തിന്റെ ഏക ലക്ഷ്യം. അതിനായി അവൻ ഒരു വലിയ കെണിയൊരുക്കുകയാണെന്ന് ആര്യ അറിഞ്ഞിരുന്നില്ല. അടുത്ത ദിവസം ഓഫീസിൽ കാത്തിരിക്കുന്നത് അവളുടെ കരിയർ തന്നെ തകർക്കാൻ പോകുന്ന ഒരു വലിയ പ്രതിസന്ധിയായിരുന്നു. അടുത്ത ദിവസം രാവിലെ 11 മണിയോടെ വിക്രാന്ത് കോൺഫറൻസ് ഹാളിലേക്ക് കയറി വന്നു. അവിടെയുള്ള മുഴുവൻ സ്റ്റാഫുകളും നിശബ്ദരായി. ആര്യയുടെ കയ്യിൽ തലേദിവസം രാത്രി മുഴുവൻ ഉറക്കമിളിച്ച് തയ്യാറാക്കിയ പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. റിപ്പോർട്ട്. വിക്രാന്ത് ആര്യയുടെ നേരെ കൈനീട്ടി. ആര്യ അതവന് നൽകി. അവൻ അത് വളരെ അലക്ഷ്യമായി ഒന്ന് മറിച്ചു നോക്കി. പെട്ടെന്ന് അവന്റെ മുഖം മാറി. ദേഷ്യം കൊണ്ട് അവൻ വിറയ്ക്കുന്നത് പോലെ തോന്നി. അവൻ ആ ഫയൽ ദേഷ്യത്തോടെ ടേബിളിലേക്ക് എറിഞ്ഞു. ആര്യ, നീ ഇതെന്ത് കോപ്പാണ് ചെയ്തിരിക്കുന്നത്? ഞാൻ തന്ന ഡാറ്റാബേസിൽ നിന്ന് ഇത് തീർത്തും വ്യത്യസ്തമാണ്. ഈ പ്രൊജക്ട് ഇപ്പൊ തന്നെ പരാജയപ്പെട്ട് കഴിഞ്ഞു. ഒരു മണ്ടിയെ പോലെയാണോ നീ ജോലി ചെയ്യുന്നത്? ആര്യ ഞെട്ടിപ്പോയി. സർ, അത് അസാധ്യമാണ്. ഞാൻ അങ്ങ് തന്ന മെയിൽ വെച്ചാണ് ഇത് ചെയ്തത്. ഒരക്ഷരം പോലും തെറ്റിയിട്ടില്ല. അപ്പോ ഞാൻ പറഞ്ഞത് നുണയാണോ? വിക്രാന്ത് അലറി. അവിടെയുള്ള എല്ലാവരും അവരെ തന്നെ നോക്കി നിന്നു. ഈ കമ്പനിയിൽ നീ 10 മിനിറ്റ് പോലും തുടരാൻ യോഗ്യയല്ല. ഇറങ്ങിപ്പോ. ആര്യ കണ്ണു നിറച്ച് എഴുന്നേറ്റു. അവൾക്കൊന്നും മനസ്സിലാകുന്നില്ല. അവൻ എന്തിനാണ് ഇങ്ങനെ നുണ പറയുന്നത്? അതെ, വിക്രാന്ത് അവളെ പിരിച്ചുവിടാൻ തീരുമാനിച്ചതുപോലെയാണ് പെരുമാറുന്നത്. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ അവനത് ചെയ്യില്ലെന്ന് അവൾക്ക് തോന്നിയിരുന്നു. അവൾ തന്റെ സാധനങ്ങൾ എടുക്കാൻ ഡെസ്കിലേക്ക് പോയി. HR മാനേജർ അവളുടെ അടുത്ത് വന്നു. ആര്യ, സർ നിങ്ങളെ പിരിച്ചുവിടില്ല. പക്ഷേ നിങ്ങളുടെ സാലറിയിൽ നിന്നും ഈ പ്രൊജക്ടിന്റെ നഷ്ടം ഈടാക്കും. ഇനി 1 മാസം ശമ്പളം ഉണ്ടാവില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ രാജിവെച്ച് പോകാം. അതായിരുന്നു അവന്റെ തന്ത്രം. അവളെ പിരിച്ചുവിട്ട് പുറത്താക്കിയാൽ അവളുടെ വേദന അവിടെ തീരും. അതിനു പകരം സാമ്പത്തികമായി തകർത്ത് ജോലിയിൽ തുടരാൻ നിർബന്ധിതയാക്കി. ഓരോ ദിവസവും അപമാനിച്ചവളെ മാനസികമായി തകർക്കുക, അതായിരുന്നു വിക്രാന്തിന്റെ ക്രൂരമായ പ്ലാൻ. വൈകുന്നേരം ഓഫീസ് വിട്ടിറങ്ങുമ്പോൾ വിക്രാന്ത് അവളുടെ കാറിന് തൊട്ടടുത്ത് വന്നു നിന്നു. എന്താ, രാജിവെക്കാൻ തീരുമാനിച്ചോ? അവന്റെ സ്വരത്തിൽ പരിഹാസം. ഇല്ല സർ, ആര്യ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. തെറ്റ് ചെയ്യാത്ത ഞാൻ എന്തിന് ജോലി വിടണം? നിങ്ങൾ എന്നെ എന്തിനാണ് ഇത്രയധികം ദ്രോഹിക്കുന്നത് എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒന്നുണ്ട്, എന്നെ തകർക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നെങ്കിൽ അതിനു മുമ്പ് നിങ്ങൾ തന്നെ തകർന്നു പോകുമെന്ന് ഓർത്തുവെച്ചോ. ആര്യയുടെ ആ മറുപടി വിക്രാന്തിനെ ഒന്ന് അമ്പരപ്പിച്ചു. ഇതുവരെ അവൾ കരയുകയും കേൾക്കുകയുമായിരുന്നു. ആദ്യമായാണ് അവൾ അവന് നേരെ തിരിച്ചൊരു മറുപടി പറയുന്നത്. വിക്രാന്ത് ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ ശരി, എങ്കിൽ നാളെ മുതൽ കൂടുതൽ ജോലി ഉണ്ടാകും. നോക്കാം ആര്യ, ആ രാജ്യം തകരുമെന്ന്. അവൻ കാറിൽ കയറി പാഞ്ഞുപോയി. ആര്യ തനിച്ചായി. ഒരുപക്ഷെ ഈ യുദ്ധത്തിൽ താൻ ഒറ്റയ്ക്കാണെന്ന് അവൾക്ക് തോന്നി. വീട്ടിലെ കടബാധ്യതകളും അമ്മയുടെ രോഗാവസ്ഥയും അവൾക്ക് മുന്നിൽ ഒരു വലിയ വെല്ലുവിളിയായി നിൽക്കുന്നുണ്ടായിരുന്നു.
വിക്രാന്തിന്റെ പകയ്ക്ക് ഇനിയും എത്ര ദൂരം സഞ്ചരിക്കാൻ കഴിയും? അവൾ അറിയാതെ തന്നെ അവളുടെ ജീവിതത്തിൽ ഒരു വലിയ കൊടുങ്കാറ്റ് വിക്രാന്ത് ഒരുക്കുന്നുണ്ടായിരുന്നു. ഓഫീസിൽ തിരക്ക് പതിവിലും കൂടുതലായിരുന്നു. ആര്യ ഒന്നിനു പുറകെ ഒന്നായി ഫയലുകൾ തീർക്കുന്നതിനിടയിൽ ഇടയ്ക്കിടെ തലകറങ്ങുന്നത് അവൾക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാനുള്ള സമയം പോലും വിക്രാന്ത് നൽകാറില്ല. വിശപ്പും ഉറക്കക്കുറവും കൊണ്ട് അവളുടെ ശരീരം വല്ലാതെ തളർന്നിരുന്നു. വിക്രാന്ത് തന്റെ ക്യാബിന്റെ ഗ്ലാസ് വാതിലൂടെ ആര്യയെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവൾ എന്തോ പറയാൻ ശ്രമിക്കുന്നതിനിടെ പെട്ടെന്ന് ബാലൻസ് തെറ്റി താഴേക്ക് വീഴാൻ തുടങ്ങി. അത് കണ്ടതും ഒരു നിമിഷം പോലും ആലോചിക്കാതെ വിക്രാന്ത് തന്റെ കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് പുറത്തേക്കോടി. അവൾ തറയിൽ വീഴുന്നതിന് തൊട്ടു മുമ്പ് കരുത്താർന്ന അവന്റെ കൈകൾ അവളെ താങ്ങി പിടിച്ചു. ആര്യ, എന്തു പറ്റി നിനക്ക്? വിക്രാന്തിന്റെ ശബ്ദത്തിൽ ദേഷ്യത്തെക്കാൾ ഉപരിയായി ഒരു അസ്വസ്ഥത നിറഞ്ഞു നിന്നു. അവൾ പ്രതികരിച്ചില്ല. മുഖം വെളുത്ത് വിളറിയിരിക്കുന്നു. ഉടൻ തന്നെ അവളെ എടുത്തുയർത്തി അവന്റെ ക്യാബിനിലെ സോഫയിൽ കിടത്തി. ഓഫീസിലെ മറ്റുള്ളവർ ഓടിക്കൂടിയെങ്കിലും വിക്രാന്ത് അവരെ ദേഷ്യത്തോടെ പുറത്താക്കി. അവൻ പരിഭ്രമത്തോടെ അവളെ തട്ടി വിളിച്ചു. പക്ഷെ അവൾക്ക് ബോധം വന്നിരുന്നില്ല. വിക്രാന്ത് വേഗത്തിൽ തന്നെ കമ്പനിയിലെ ഡോക്ടറെ വരുത്തി. പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ പറഞ്ഞു, BP വല്ലാതെ കുറഞ്ഞു പോയിട്ടുണ്ട്. ആവശ്യത്തിന് ഭക്ഷണവും വിശ്രമവും ഇല്ലാത്തതാണ് കാരണം. വല്ലാത്ത ശാരീരിക ക്ഷീണമാണ്. കുറച്ചു ദിവസം പൂർണ്ണ വിശ്രമം അത്യാവശ്യമാണ്. ഡോക്ടർ പോയ ശേഷം വിക്രാന്ത് കുറച്ചുനേരം അവളെ നോക്കി നിന്നു. താൻ ചെയ്ത കാര്യങ്ങൾ അല്പം കടുത്തുപോയോ എന്നൊരു കുറ്റബോധം അവന്റെ ഉള്ളിൽ മിന്നിമറഞ്ഞു. പതിവില്ലാത്ത വിധം അവന്റെ മനസ്സിൽ ആര്യയോട് ഒരു സഹതാപം തോന്നി. അവളുടെ മുഖത്തെ നിഷ്കളങ്കത കണ്ടപ്പോൾ എന്തിനാണ് താൻ ഇവളോട് ഇത്രയും ക്രൂരമായി പെരുമാറുന്നതെന്ന് അവന് സ്വയം ചോദിക്കേണ്ടി വന്നു. കുറച്ചു സമയത്തിന് ശേഷം ആര്യ കണ്ണുകൾ പതുക്കെ തുറന്നു. മുന്നിൽ വിക്രാന്തിനെ കണ്ടതും അവൾ പേടിയോടെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. എഴുന്നേൽക്കണ്ട, കടന്നു. അവന്റെ ശബ്ദത്തിൽ ആ പഴയ കടുപ്പമില്ല. അവൾ അമ്പരപ്പോടെ അവനെ നോക്കി. ഡോക്ടർ വന്നിരുന്നു. നിന്റെ BP കുറവാണ്. ഇന്ന് മുഴുവൻ വർക്കിലോട് കുറവാണ്. എങ്കിലും നിന്റെ അവസ്ഥ കണ്ടാൽ ജോലിക്ക് നിർത്തുന്നത് ശരിയല്ല. അവൻ അല്പം ഇടറി. എങ്കിലും ഗൗരവം വിടാതെ തുടർന്നു. നിനക്ക് 2 ദിവസത്തെ ലീവ് തരുന്നു. വീട്ടിൽ പോയി വിശ്രമിക്കൂ. അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഞാൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്യില്ല. ആര്യ അവിശ്വസനീയതയോടെ അവനെ നോക്കി. എപ്പോഴും തന്നോട് ദേഷ്യപ്പെടുന്ന വിക്രാന്തിൽ നിന്ന് ഇങ്ങനെയൊരു മാറ്റം അവൾ പ്രതീക്ഷിച്ചില്ല. താങ്ക് യു സർ, അവൾ മെല്ലെ പറഞ്ഞു. ആര്യ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ വിക്രാന്ത് ഗ്ലാസ് വാതിലൂടെ അവളെ തന്നെ നോക്കി നിന്നു. അവളെ വേദനിപ്പിക്കണം എന്നതായിരുന്നു അവന്റെ ലക്ഷ്യം. എന്നാൽ ഇപ്പോൾ അവളെ കാണുമ്പോൾ അവന് വല്ലാത്തൊരു ആദി. അവളുടെ മുഖത്തെ തളർച്ച അവന്റെ മനസ്സിൽ ഒരു നീറ്റലായി അവശേഷിച്ചു. പിന്നീടുള്ള ദിവസങ്ങളിൽ വിക്രാന്ത് മനഃപൂർവ്വം അവളോട് സംസാരിക്കാൻ ശ്രമിച്ചു. എന്നാൽ അത് പ്രണയമാണെന്ന് ആര്യക്കോ അവനോ മനസ്സിലായിരുന്നില്ല. ഓഫീസിൽ വെച്ച് കാണുമ്പോൾ വീണ്ടും പഴയ പോലെ കടുപ്പത്തിൽ പെരുമാറുമെങ്കിലും അവന്റെ കണ്ണുകളിൽ അവളോടുള്ള കരുതൽ ആര്യ പതിയെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവളുടെ മൗനം അവനെ കൂടുതൽ ആകർഷിക്കാൻ തുടങ്ങി. എന്നാൽ അവൾ തന്നോട് ചെയ്ത കാര്യങ്ങൾ ഓർക്കുമ്പോൾ വിക്രാന്ത് വീണ്ടും ഉള്ളിലേക്ക് ചുരുങ്ങിപ്പോയി. അവൻ തന്റെ സ്നേഹം ഉള്ളിലൊതുക്കി. ഓഫീസിലെ കലിപ്പം ബോസായി തുടർന്നു. 2 ദിവസത്തെ ലീവ് കഴിഞ്ഞ് ആര്യ ഓഫീസിലെത്തിയപ്പോൾ വിക്രാന്ത് പതിവ് പോലെ തന്റെ ക്യാബിൻ ഗൗരവത്തിൽ ഫയലുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അന്ന് അവളുടെ ഡെസ്കിൽ ഒരു പാക്കറ്റ് ഇരിക്കുന്നത് കണ്ടപ്പോൾ അവൾ അമ്പരന്നു. അത് നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഒപ്പം ഒരു ചെറിയ കുറിപ്പും. ഇപ്രാവശ്യം BP കുറയാതിരിക്കാൻ ശ്രദ്ധിക്കണം. ജോലിയിൽ മാത്രം ശ്രദ്ധിക്കുക. ആര്യ വിക്രാന്തിന്റെ ക്യാബിനിലേക്ക് നോക്കി. അവൻ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. ഇത് അവൻ തന്നെയാണോ ചെയ്തത്? ആര്യക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൾ ഓഫീസിലെത്തിയ വിവരം അറിഞ്ഞതും വിക്രാന്ത് ഇന്റർകോമിലൂടെ അവളെ വിളിച്ചു. ആര്യ, ആ പ്രൊജക്ടിന്റെ ഫയൽ ഒന്ന് ഇങ്ങോട്ടെടുത്തോ. ആര്യ ഫയലുമായി അകത്തേക്ക് ചെന്നു. വിക്രാന്ത് അവളെ ഒന്ന് നോക്കി. പിന്നെ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് തിരിഞ്ഞു. ഇന്നലെ ലീവിലായിരുന്നപ്പോൾ ഞാൻ ബാക്കി ജോലികൾ തീർത്തിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം അധികം വൈകാതെ തന്നെ പോകാം. അവന്റെ ശബ്ദത്തിലെ ആ മാറ്റം ആര്യ വ്യക്തമായി ശ്രദ്ധിച്ചു. മുൻപത്തെ ആ കർക്കശമായ സ്വരം ഇന്ന് മാഞ്ഞു പോയിരുന്നു. അവൾക്ക് അവനോട് നന്ദി പറയണം എന്നുണ്ടായിരുന്നു. എങ്കിലും അവന്റെ ആ ഗൗരവം അവളെ തടഞ്ഞു. ആ ദിവസങ്ങളിൽ വിക്രാന്ത് ആര്യയെ കഷ്ടപ്പെടുത്തുന്നത് പാടെ നിർത്തിയിരുന്നു. പകരം അവളെ സഹായിക്കാൻ അവൻ പല വഴികൾ നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഓഫീസിലെ മറ്റുള്ളവർക്ക് മുന്നിൽ അവൻ ഇന്നും ആ കലിപ്പൻ ബോസ് തന്നെയായിരുന്നു. അതവന്റെ ഒരു പ്രതിച്ഛായയായിരുന്നു. താൻ മാറിയെന്ന് ആര്യക്ക് മാത്രം മനസ്സിലാകണം എന്നവൻ ആഗ്രഹിച്ചു. ഒരു വൈകുന്നേരം ഓഫീസിലെ ജോലി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. ആര്യ കുടയില്ലാതെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നത് വിക്രാന്ത് കാറിൽ നിന്ന് കണ്ടു. അവൻ കാർ അവളുടെ മുന്നിൽ നിർത്തി. കയറിക്കോ, ഞാൻ വീട്ടിൽ വിടാം. ആര്യ മടിച്ചു. വേണ്ട സർ, ഞാൻ ബസ്സിൽ പൊയ്ക്കോളാം. മഴ ശക്തമാണ്. നിനക്ക് വീണ്ടും അസുഖം വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കയറാനല്ല പറഞ്ഞത്. അവന്റെ ശബ്ദം അല്പം ഉയർന്നുവെങ്കിലും അതിലൊരു കരുതലുണ്ടായിരുന്നു. അവൾ കാറിൽ കയറി. കാറിനുള്ളിൽ കനത്ത നിശബ്ദത. മഴയുടെ ശബ്ദവും വൈപ്പറിന്റെ താളവും മാത്രം. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ വിക്രാന്ത് ചോദിച്ചു, എന്താണ് ആര്യ, ഞാൻ നിന്നെ ദ്രോഹിക്കുമ്പോൾ നീ എന്തുകൊണ്ട് എന്നോട് തിരിച്ചു ദേഷ്യപ്പെട്ടില്ല? അന്ന് നീ പറഞ്ഞത് ഓർമ്മയുണ്ടോ, ഞാൻ തന്നെ തകർന്നു പോകുമെന്ന്? ആര്യ ഒന്ന് പുഞ്ചിരിച്ചു. എനിക്കറിയില്ല സർ, അന്ന് നിങ്ങൾ എന്നെ വേദനിപ്പിക്കുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ എനിക്ക് തോന്നിയിരുന്നു നിങ്ങളത്ര മോശക്കാരനല്ലെന്ന്. ആർക്കോ വേണ്ടി നിങ്ങൾ പകവെച്ചു കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. വിക്രാന്ത് ഒന്ന് ഞെട്ടി. അവന്റെ മനസ്സ് ആര്യ വായിച്ചെടുത്തിരിക്കുന്നു. പെട്ടെന്ന് ബ്രേക്കിട്ട കാർ റോഡരികിൽ നിന്നു.
അവൻ അവളെ സൂക്ഷിച്ചു നോക്കി. അവളുടെ കണ്ണുകളിലെ ആ തെളിമ കണ്ടപ്പോൾ താൻ ചെയ്തു വെച്ച വിഡ്ഢിത്തങ്ങളെ ഓർത്ത് അവന് കുറ്റബോധം തോന്നി. ആര്യ, പണ്ട് ആ പാർക്കിൽ വെച്ച് നടന്ന സംഭവം, അതിന് കാരണം നീയാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ്. അവൻ പാതി വഴിയിൽ നിർത്തി. ആര്യ അത്ഭുതത്തോടെ അവനെ നോക്കി. പാർക്ക് സംഭവം? എന്തു സംഭവം സർ? അപ്പോൾ മാത്രമേ അവന് മനസ്സിലായുള്ളൂ അവൾക്ക് ആ സംഭവം ഒട്ടും ഓർമ്മയില്ലെന്ന്. വർഷങ്ങളായി താൻ കൊണ്ടുനടന്ന പക വെറും തെറ്റിദ്ധാരണയുടെ പേരിലായിരുന്നു എന്നവന് ബോധ്യമായി. ആ നിമിഷം അവന്റെ നെഞ്ചിലെ ഭാരം ഒഴിഞ്ഞുപോയി. അവൾക്ക് തന്നോട് പകയല്ല, മറിച്ച് താൻ നൽകിയ വേദനയോട് ക്ഷമിക്കാനുള്ള മനസ്സ് മാത്രമാണുള്ളതെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവന്റെ കണ്ണുകളിൽ ആദ്യമായി ആര്യൊരു മൃദുത്വം കണ്ടു. അവൾക്ക് അവനോട് തോന്നിയ വെറുപ്പ് പതിയെ മാഞ്ഞു തുടങ്ങിയിരുന്നു. പകരം അവിടെ ഒരു പുതിയ ആകർഷണം മുളപൊട്ടുന്നുണ്ടോ? മഴയുടെ ഇരമ്പൽ കാറിനുള്ളിലെ നിശബ്ദതയെ കൂടുതൽ ആഴമുള്ളതാക്കി. വിക്രാന്തിന്റെ വെളിപ്പെടുത്തൽ ആര്യയെ അമ്പരപ്പിച്ചിരുന്നു. മാസങ്ങളായി താൻ അനുഭവിച്ച ക്രൂരതകൾക്ക് പിന്നിൽ ഇത്രയും ബാലിശമായൊരു തെറ്റിദ്ധാരണയായിരുന്നുവെന്നത് അവളെ ഞെട്ടിച്ചു. പാർക്ക് സംഭവം, നിങ്ങൾ ഉദ്ദേശിച്ചത് അന്ന് പാർക്കിൽ വെച്ച് നടന്ന ആ പ്രശ്നമാണോ? ആര്യ പതുക്കെ ചോദിച്ചു. അന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയെ സഹായിക്കാൻ ഞാൻ ഓടിച്ചെന്നപ്പോൾ അയാൾ പുറംതിരിഞ്ഞു നിൽക്കുകയായിരുന്നു. ജനക്കൂട്ടം ബഹളം വെച്ചപ്പോൾ ഭയന്നുപോയ ഞാൻ ആൾക്കൂട്ടത്തിൽ ഒരാളെ കൈ ചൂണ്ടി എന്നത് ശരിയാണ്. പക്ഷേ അത് നിങ്ങളായിരുന്നില്ല സർ, അത് മറ്റൊരാളായിരുന്നു. വിക്രാന്ത് നിശ്ചലനായി. അവന്റെ കണ്ണുകൾ വിടർന്നു. പിന്നെ ആരായിരുന്നു അത്? ഞാൻ അന്നവിടെ വന്നു പെട്ടപ്പോൾ ജനങ്ങൾ എന്നെയാണ് കുറ്റപ്പെടുത്തിയത്. അത് എന്റെ ഓർമ്മയിലുണ്ട്. അന്ന് നിങ്ങൾ വരുന്നത് കണ്ട് ഞാൻ തെറ്റിദ്ധരിച്ചു പോയതാവാം. പക്ഷെ ഞാൻ ചൂണ്ടിക്കാണിച്ചത് ആ പെൺകുട്ടിയെ ഉപദ്രവിച്ച ആളെ തന്നെയായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിൽ നിങ്ങൾ പെട്ടുപോയത് നിർഭാഗ്യകരമാണ്. വിക്രാന്തിന്റെ ശ്വാസം നിലച്ചതുപോലെ തോന്നി. താൻ ഇത്രയും കാലം വേട്ടയാടിയത്, തന്റെ പകയ്ക്ക് ഇരയാക്കിയത് ഒട്ടും കുറ്റക്കാരല്ലാത്ത ഒരു പെൺകുട്ടിയെ ആയിരുന്നു. അവൾക്ക് തന്നോടൊരു വിരോധവുമില്ലായിരുന്നു. മറിച്ച് താൻ ചെയ്ത ക്രൂരതകളെ അവൾ ക്ഷമയോടെ സഹിച്ചു. എനിക്ക് മാപ്പ് തരണമാര്യ, വിക്രാന്ത് തളർന്ന സ്വരത്തിൽ പറഞ്ഞു. തെറ്റിദ്ധാരണയുടെ പുറത്ത് നിന്നെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു. എന്റെ ഈ ദേഷ്യവും പകയും കാരണം നിന്റെ സന്തോഷങ്ങൾ ഞാൻ കെടുത്തുകയായിരുന്നു. ആര്യ മറുപടി പറഞ്ഞില്ല. അവൾ ജനാലയിലൂടെ പുറത്തെ മഴയിലേക്ക് നോക്കിയിരുന്നു. അവൾക്ക് അവനോട് ദേഷ്യം തോന്നുന്നില്ല, മറിച്ച് തനിയെ എല്ലാ വേദനകളും പേര് നടന്ന വിക്രാന്തിനോട് ഒരുതരം സഹതാപമാണ് അവൾക്ക് തോന്നിയത്. പക തീർക്കാൻ വേണ്ടി മാത്രം ഓഫീസിൽ ജോലി തന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നിയിരുന്നു, ആര്യ മെല്ലെ പറഞ്ഞു. പക്ഷെ ആ ദിവസങ്ങളിലൂടെയാണ് ഞാൻ നിങ്ങളെ ശരിക്കും മനസ്സിലാക്കിയത്. കലിപ്പൻ ബോസ് എന്ന മുഖമുടിക്ക് പിന്നിൽ സ്നേഹം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അവളുടെ വാക്കുകൾ അവന്റെ ഹൃദയത്തിൽ തറച്ചു. വിക്രാന്ത് ആദ്യമായി അവളിലേക്ക് പൂർണ്ണമായി തിരിഞ്ഞു. ആ നിമിഷം കാറിനുള്ളിൽ ഒരു പുതിയ അനുഭവം നിറഞ്ഞു. പകയുടെ സ്ഥാനത്ത് പ്രണയം തിളക്കുന്നുണ്ടോ? ആര്യക്ക് അത് ഉറപ്പില്ലെങ്കിലും വിക്രാന്തിന്റെ കണ്ണുകളിലെ ആ മാറ്റം അവൾ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. അന്ന് രാത്രി വിക്രാന്ത് തന്റെ വീട്ടിലെത്തിയിട്ടും ഉറങ്ങാൻ കഴിഞ്ഞില്ല. ആര്യയുടെ മുഖം അവന്റെ മനസ്സിൽ മായാതെ നിന്നു. പിറ്റേന്ന് ഓഫീസിലെത്തുമ്പോൾ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? ഒരു ബോസും സ്റ്റാഫും എന്നതിലുപരി അവർ തമ്മിലുള്ള ബന്ധം പുതിയൊരു തലത്തിലേക്ക് മാറുമോ? അടുത്ത ദിവസം രാവിലെ ഓഫീസിലെത്തിയ ആര്യക്ക് കാത്തിരുന്നത് മറ്റൊരു സർപ്രൈസ് ആയിരുന്നു. വിക്രാന്ത് അവളെ വിളിച്ചു വരുത്തി. പക്ഷെ ഇത്തവണ ഗൗരവക്കാരനായ ബോസ് ആയിരുന്നില്ല അവൻ. ആര്യ, കഴിഞ്ഞ കുറച്ചു കാലമായി നീ ഒരുപാട് സഹിച്ചു. ഈ പ്രൊജക്ട് നമുക്ക് ഒരുമിച്ച് പൂർത്തിയാക്കാം. ഇനി ഒരിക്കലും നീ ഈ ഓഫീസിൽ വെച്ച് അപമാനിക്കപ്പെടില്ല. ഞാൻ വാക്ക് നൽകുന്നു. ആര്യ അത്ഭുതത്തോടെയും ആദരവോടെയും അവനെ നോക്കി. ആ നിമിഷം വിക്രാന്തിന്റെ ചുണ്ടുകളിൽ ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. ഓഫീസിലെ കലിപ്പം ബോസ് എന്ന പേര് എന്നേക്കുമായി മാഞ്ഞു പോകാൻ തുടങ്ങിയിരുന്നു. പക്ഷെ അവന്റെ മനസ്സിന്റെ ഉള്ളറകളിൽ ഇപ്പോഴും ഒളിഞ്ഞിരിക്കുന്ന ഒരു ചോദ്യമുണ്ടായിരുന്നു. ഇതൊരു തുടക്കമാണോ അതോ അവസാനമോ? ഓഫീസിലെ അന്തരീക്ഷമെല്ലാം മാറുകയായിരുന്നു. വിക്രാന്തിന്റെ പെരുമാറ്റത്തിലെ മാറ്റം ജീവനക്കാർ പോലും അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത്. കലിപ്പൻ ബോസ് എന്ന പേര് മാറിയപ്പോൾ എല്ലാവരോടും മാന്യമായി പെരുമാറുന്ന ഒരു വ്യക്തിയായി വിക്രാന്ത് മാറിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് ആര്യയോട്. ആര്യയുടെ ഡെസ്കിലേക്ക് ചെറിയ സഹായങ്ങളുമായി അവൻ വരാൻ തുടങ്ങി. ഒരിക്കൽ ആര്യ ടൈപ്പിംഗിൽ മുഴുകിയിരിക്കുമ്പോൾ അവളുടെ അരികിലെത്തി അവൻ മെല്ലെ പറഞ്ഞു, ആര്യ, ഇന്ന് വൈകുന്നേരം നമുക്കൊരു കോഫി കുടിച്ചാലോ? ഒരു പ്രൊജക്ട് ചർച്ച ചെയ്യാനുണ്ട്. അതിലുപരി നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുമുണ്ട്. അവന്റെ കണ്ണുകളിൽ അപേക്ഷയുടെ ഒരു ഭാവമുണ്ടായിരുന്നു. ആര്യക്ക് അത് നിരസിക്കാൻ തോന്നിയില്ല. ശരി സർ. വൈകുന്നേരം ഓഫീസിനടുത്തുള്ള ഒരു ചെറിയ കഫേയിൽ അവർ കണ്ടുമുട്ടി. കറുത്ത കോട്ടും സൂട്ടുമണിഞ്ഞ് ഗൗരവക്കാരനായി നടക്കുന്ന വിക്രാന്തിനെ അല്ലാതെ സാധാരണ വസ്ത്രം ധരിച്ച് ലളിതമായി സംസാരിക്കുന്ന വിക്രാന്തിനെ ആര്യ ആദ്യമായാണ് കാണുന്നത്. ആര്യ, ഞാൻ നിന്നോട് ചെയ്ത തെറ്റുകൾക്ക് ഒരിക്കലും പരിഹാരമില്ലെന്ന് എനിക്കറിയാം. വിക്രാന്ത് കോഫി കപ്പിലേക്ക് നോക്കി സംസാരിച്ചു. പക്ഷേ ആ തെറ്റുകൾ തിരുത്താൻ എനിക്ക് അവസരം വേണം. നിന്റെ കരിയർ നശിപ്പിക്കാൻ നോക്കിയ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് നിന്റെ കരിയർ ഉയർത്താൻ സഹായിക്കണമെന്നാണ്. ആര്യ പുഞ്ചിരിച്ചു. സർ, എല്ലാം കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. പകവെച്ചു പുലർത്തുന്നത് കൊണ്ടൊന്നും ആർക്കും ഒരു ഗുണവുമില്ല എന്ന് നിങ്ങൾ തന്നെ അന്ന് തെളിയിച്ചില്ലേ? അതുകൊണ്ട് വിട്ടുപിടിക്കാം. അവരുടെ സംഭാഷണം ദീർഘനേരം നീണ്ടു. ജോലി സംബന്ധമായ കാര്യങ്ങൾക്കപ്പുറം അവരുടെ വ്യക്തിജീവിതത്തെക്കുറിച്ചും ഇഷ്ടങ്ങളെക്കുറിച്ചും അവർ സംസാരിച്ചു. അന്ന് രാത്രി മടങ്ങിപ്പോകുമ്പോൾ അവർക്കിടയിലെ ദൂരം കുറഞ്ഞിരുന്നു. പക്ഷെ എല്ലാ നല്ല കാര്യങ്ങൾക്കും ചില തടസ്സങ്ങൾ ഉണ്ടാകുമല്ലോ.
പിറ്റേന്ന് ഓഫീസിലെത്തിയപ്പോൾ കാര്യങ്ങൾ അത്ര സുഖകരമായിരുന്നില്ല. വിക്രാന്തിന്റെ പഴയൊരു ബിസിനസ് രാഹുൽ വിക്രാന്ത് കമ്പനിയിൽ ആര്യയ്ക്ക് അമിത പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് അറിഞ്ഞു. വിക്രാന്തിന്റെ പഴയകാല ദൗർബല്യങ്ങൾ വെച്ച് അവനെ തകർക്കാൻ രാഹുൽ കാത്തിരിക്കുകയായിരുന്നു. അന്നുച്ചക്ക് മീറ്റിംഗിനിടയിൽ രാഹുൽ ആര്യയെ ലക്ഷ്യം വെച്ച് പറഞ്ഞു, വിക്രാന്ത്, കമ്പനിയുടെ കാര്യങ്ങളിൽ ഇത്രയും അശ്രദ്ധ കാണിക്കാമോ? വെറുമൊരു അസിസ്റ്റന്റിന് ഇത്രയധികം മുൻഗണന നൽകുന്നത് കമ്പനിയുടെ സ്റ്റാൻഡേർഡ് കുറയ്ക്കില്ലേ? മീറ്റിംഗ് ഹാളിൽ എല്ലാവരും നിശബ്ദരായി. വിക്രാന്തിന്റെ മുഖത്ത് ദേഷ്യം പടരുന്നത് ആര്യ കണ്ടു. അവൻ താൻ പഴയ വിക്രാന്തായി മാറുമെന്ന് അവൾ ഭയന്നു. എന്നാൽ അവൻ വളരെ ശാന്തനായി രാഹുലിന്റെ നേരെ തിരിഞ്ഞു. രാഹുൽ, ഇതെന്റെ ഓഫീസാണ്. ഇവിടെ ആർക്ക് മുൻഗണന നൽകണം എന്ന് ഞാൻ തീരുമാനിക്കും. ആര്യയുടെ കഴിവിനെ അളക്കാൻ നിനക്ക് യോഗ്യതയില്ല. അവളുടെ വർക്ക് ക്വാളിറ്റി നിന്റെ പ്രൊജക്ടുകളേക്കാൾ എത്രയോ മുകളിലാണ്. വിക്രാന്തിന്റെ ഈ പ്രതിരോധം ആര്യയെ അമ്പരപ്പിച്ചു. അവൾക്ക് വേണ്ടി അവൻ മറ്റൊരാളോട് വാദിക്കുന്നത് അവൾ ആദ്യമായാണ് കാണുന്നത്. പക്ഷെ രാഹുൽ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അവന്റെ കണ്ണുകളിൽ വരാനിരിക്കുന്ന വലിയൊരു ആപത്തിന്റെ സൂചനയുണ്ടായിരുന്നു. അന്ന് വൈകുന്നേരം ഓഫീസ് വിട്ടിറങ്ങുമ്പോൾ ആര്യയുടെ കാറിന്റെ ടയർ പഞ്ചറാക്കി വെച്ചിരിക്കുന്നു. അത് രാഹുലിന്റെ പണിയാണെന്ന് വിക്രാന്തിന് മനസ്സിലായി. ടയർ പഞ്ചറായ കാറിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന ആര്യയെ കണ്ട വിക്രാന്തിന്റെ കണ്ണുകളിൽ ദേഷ്യത്തിന്റെ കനലുകൾ വീണ്ടും ആളിക്കത്തി. രാഹുലിന്റെ തരംതാണ കളിയാണെന്ന് അവൻ ഉറപ്പായിരുന്നു. അവൻ ദേഷ്യത്തോടെ തന്റെ കാറിൽ നിന്നിറങ്ങി ആര്യയുടെ അടുത്തേക്ക് നടന്നു. പക്ഷെ ആര്യയുടെ മുഖത്ത് ഭയമായിരുന്നില്ല, മറിച്ച് ഒരുതരം സമാധാനമായിരുന്നു. സർ, ഇത് രാഹുൽ സർ ചെയ്തതാണെന്ന് എനിക്കറിയാം. നമുക്കിതിനെ നിയമപരമായി നേരിടാം. ദയവായി നിങ്ങൾ പഴയതുപോലെ ദേഷ്യപ്പെടരുത്, ആര്യ ശാന്തമായി പറഞ്ഞു. വിക്രാന്ത് ഒന്ന് നിന്നു. അവളുടെ വാക്കുകൾ അവനിൽ വലിയൊരു മാറ്റം വരുത്തിയിരിക്കുന്നു. മുമ്പായിരുന്നെങ്കിൽ അവൻ രാഹുലിന്റെ ഓഫീസിലേക്ക് കയറി ചെന്ന് അവനെ തല്ലിയേനെ. പക്ഷേ ഇന്നവൻ ദീർഘശ്വാസം വിട്ടുകൊണ്ട് ആര്യയുടെ തോളിൽ തൊട്ടു. ഇതുകൊണ്ടെന്നെ തളർത്താമെന്നാണ് അവൻ കരുതുന്നത്. അവൻ അറിയില്ല എന്റെ കൂടെ ഇനി നീയുണ്ടെന്ന്. അവൻ ടയർ മാറ്റാൻ സഹായിച്ചു. ആ രാത്രി അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു. കാറിൽ ഇരിക്കുമ്പോൾ വിക്രാന്ത് ആര്യയോട് ഒരു സത്യം തുറന്നു പറഞ്ഞു. ആര്യ, രാഹുൽ വെറുമൊരു ശത്രുവല്ല. എന്റെ കമ്പനിയുടെ ഷെയറുകൾ അവൻ പതിയെ വാങ്ങി കൂട്ടുന്നുണ്ട്. എന്നെ സിഇഒ സ്ഥാനത്തു നിന്ന് നീക്കി കമ്പനി സ്വന്തമാക്കുക എന്നതാണ് അവന്റെ ലക്ഷ്യം. നിന്നെയും കൂടി ഈ കെണിയിലേക്ക് വലിച്ചേച്ചത് നിന്നെ ദുർബലയാക്കി എന്നെ തകർക്കാൻ വേണ്ടിയാണ്. ആര്യ അത് കേട്ട് ഞെട്ടി. സർ, എങ്കിൽ നമുക്ക് ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കണം. നമുക്കൊരു പ്ലാൻ തയ്യാറാക്കാം. പിറ്റേന്ന് മുതൽ ഓഫീസിൽ മറ്റൊരു നാടകം അരങ്ങേറി. വിക്രാന്ത് ആര്യയോട് ഔദ്യോഗികമായി ദേഷ്യപ്പെടുന്നത് പോലെയും അവൾക്കൊരു പ്രധാനപ്പെട്ട പ്രൊജക്ട് നഷ്ടപ്പെടുന്നത് പോലെയും അവർ പുറമെ അഭിനയിച്ചു. ഇത് രാഹുലിനെ കൂടുതൽ ആത്മവിശ്വാസിയാക്കി. താൻ വിജയിച്ചു എന്ന് കരുതി രാഹുൽ അശ്രദ്ധനായി. എന്നാൽ ആര്യയും വിക്രാന്തും രഹസ്യമായി കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകളും രാഹുലിന്റെ നിയമവിരുദ്ധമായ നീക്കങ്ങളും തെളിവ് സഹിതം ശേഖരിക്കുകയായിരുന്നു. വിക്രാന്ത് ഇപ്പോൾ ഒരു കലിപ്പൻ ബോസ് ആയിരുന്നില്ല, മറിച്ച് ഒരു ബുദ്ധിമാനായ തന്ത്രജ്ഞാനിയായിരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം ബോർഡ് മീറ്റിംഗ് നടക്കാൻ തീരുമാനിച്ചു. കമ്പനിയിൽ വിക്രാന്തിന്റെ സ്ഥാനം ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്ന ദിനം. രാഹുൽ തന്റെ എല്ലാ കരുക്കളും നീക്കിയിരുന്നു. മീറ്റിംഗ് തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് രാഹുൽ ആര്യയുടെ അടുത്തേക്ക് വന്നു. നിന്റെ ബോസ് ഇന്ന് പോകാൻ പോവുകയാണ് ആര്യ. ബുദ്ധിയുണ്ടെങ്കിൽ എന്റെ കൂടെ കൂടിക്കോ, ജോലി കളയണ്ട, രാഹുൽ പുച്ഛത്തോടെ പറഞ്ഞു. ആര്യ ഒന്നും മിണ്ടിയില്ല. അവൾ വിക്രാന്തിനെ നോക്കി ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ ഒരു വലിയ വിജയം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. മീറ്റിംഗ് തുടങ്ങി. രാഹുൽ എഴുന്നേറ്റു. വിക്രാന്തിന്റെ അനാസ്ഥകളെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ വിക്രാന്ത് പതിയെ തന്റെ ലാപ്ടോപ്പ് പ്രൊജക്ടറിലേക്ക് കണക്ട് ചെയ്തു. സ്ക്രീനിൽ തെളിഞ്ഞത് രാഹുൽ കമ്പനിയുടെ ഫണ്ടുകൾ തട്ടിച്ചതിന്റെയും വ്യാജരേഖകൾ ഉണ്ടാക്കിയതിന്റെയും തെളിവുകളായിരുന്നു. രാഹുൽ തകർന്നുപോയി. പോലീസിനെ വിളിക്കാൻ വിക്രാന്ത് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. രാഹുലിനെ മീറ്റിംഗ് ഹാളിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ ആര്യയുടെ കണ്ണുകളിൽ അഭിമാനമായിരുന്നു. അന്ന് വൈകുന്നേരം ഓഫീസ് ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. വിക്രാന്ത് ആര്യയുടെ അടുത്തേക്ക് വന്നു. അവൻ അവളോട് എന്തോ പറയാൻ മടിച്ചു നിൽക്കുകയായിരുന്നു. ആര്യ, നീ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഒറ്റപ്പെട്ടേനെ. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, അവൻ പറയാൻ തുടങ്ങി. അവന്റെ ശബ്ദം ഇടർന്നുണ്ടായിരുന്നു. ഇതൊരു പുതിയ വിക്രാന്താണ്, പഴയ കലിപ്പനല്ല, സ്നേഹം തിരിച്ചറിഞ്ഞ ഒരു മനുഷ്യൻ. ഓഫീസ് മുറിയിൽ ഒരു നിശബ്ദത നിറഞ്ഞു നിന്നു. വിക്രാന്തിന്റെ കണ്ണുകളിൽ ആദ്യമായി ഒരുതരം ഭയം നിഴലിക്കുന്നുണ്ടായിരുന്നു. താൻ എപ്പോഴും ഗൗരവത്തോടെ മാത്രം കണ്ടിരുന്ന ആര്യയോട് ഇപ്പോൾ സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കും എന്നറിയാത്ത ഒരു കുട്ടിയെ പോലെ അവൻ പതറി. അവൻ ആര്യയുടെ അടുത്തേക്ക് നടന്നു. അവൾ ബഹുമാനത്തോടെ തല കുനിച്ചു നിന്നു. അവൻ അവളുടെ മുഖം മെല്ലെ ഉയർത്തി. ആര്യ, ഇത്രയും നാൾ ഞാൻ നിന്നെ ദ്രോഹിച്ചു, അപമാനിച്ചു. പക്ഷെ നീ ഒരക്ഷരം പോലും എന്നോട് തിരിച്ചൊന്നും പറഞ്ഞില്ല. എന്റെ പകയുടെ തീയിൽ നീ വെന്തുരുകുമ്പോഴും നീ കാണിച്ച ക്ഷമയും കരുത്തും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ഈ കമ്പനിയിൽ ഞാൻ സുരക്ഷിതനാണെങ്കിൽ അതിന് കാരണം നീ മാത്രമാണ്. അവനൊന്ന് നിർത്തി. അവന്റെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. എനിക്ക് നിന്നോട് പ്രണയമുണ്ടെന്ന് പറയാൻ പോലും യോഗ്യതയുണ്ടോ എന്നെനിക്കറിയില്ല. പക്ഷെ എന്റെ ജീവിതത്തിൽ പകയില്ലാതെ മറ്റൊന്നുമില്ലായിരുന്നു എനിക്ക്. നീ ഒരു പുതിയ വെളിച്ചമായി മാറി. നിന്നെപ്പോലെ ഒരാൾ എന്റെ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടാൻ കഴിഞ്ഞാൽ ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനായിരിക്കും. ആര്യ, നമുക്ക് ഒരുമിച്ച് ജീവിക്കാമോ? ആര്യയുടെ കണ്ണുകൾ നിറഞ്ഞു. വിക്രാന്തിന്റെ കണ്ണുകളിൽ കണ്ടത് അധികാരമായിരുന്നില്ല, മറിച്ചൊരു ജീവിതം മുഴുവൻ സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പായിരുന്നു. സർ, അവൾ മെല്ലെ വിളിച്ചു. വിക്രാന്ത് എന്ന് വിളിക്കൂ, അവൻ തിരുത്തി. വിക്രാന്ത്,
തുടക്കത്തിൽ നിങ്ങൾ എന്നോട് കാണിച്ച ദേഷ്യം, പക, അതൊക്കെ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ആ വേദനകൾക്കിടയിലും നിങ്ങളിലെ നല്ല മനുഷ്യനെ ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളെ വിട്ടുപോകാൻ കഴിയാതിരുന്നത്. നിങ്ങളെ സ്നേഹിക്കാൻ എനിക്കൊട്ടും മടിയില്ല. ആര്യയുടെ സമ്മതം വിക്രാന്തിന്റെ മുഖത്തൊരു വലിയ പ്രകാശമായി മാറി. അവൻ സന്തോഷം കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. ഓഫീസിലെ കലിപ്പൻ ബോസും സ്റ്റാഫും തമ്മിലുള്ള ആ അകലം എന്നേക്കുമായി ഇല്ലാതായി. അടുത്ത കുറച്ചു ദിവസങ്ങൾ അവർക്ക് ആഘോഷമായിരുന്നു. എന്നാൽ സന്തോഷത്തിന്റെ ഇടയിലും ഒരു ചെറിയ ആശങ്ക വിക്രാന്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. തന്റെ വീട്ടുകാർ ആര്യയെ അംഗീകരിക്കുമോ? ഒരു വലിയ വ്യവസായിയായ വിക്രാന്തിന്റെ കുടുംബം സാധാരണക്കാരിയായ ആര്യയെ സ്വീകരിക്കുമോ? ഒരു ഞായറാഴ്ച രാവിലെ വിക്രാന്ത് ആര്യയെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആര്യയുടെ മനസ്സിൽ ചെറിയൊരു പരിഭ്രമം ഉണ്ടായിരുന്നു. വലിയ ബംഗ്ലാവിന് മുന്നിൽ കാറ് നിർത്തുമ്പോൾ വിക്രാന്ത് അവളുടെ കൈ മുറുക്കി പിടിച്ചു. ഒന്നും പേടിക്കേണ്ട, ഞാൻ കൂടെയുണ്ട്, അവൻ അവൾക്ക് ഉറപ്പു നൽകി. വീടിന്റെ വലിയ വാതിൽ തുറന്നു. വിക്രാന്തിന്റെ അമ്മയും അച്ഛനും സോഫയിൽ ഇരിപ്പുണ്ടായിരുന്നു. അവർ ആര്യയെ ഒന്ന് നോക്കി. അവരുടെ മുഖത്ത് എന്താണ് വികാരമെന്ന് തിരിച്ചറിയാൻ ആര്യക്ക് കഴിഞ്ഞില്ല. വിക്രാന്ത് ആര്യയെ പരിചയപ്പെടുത്തി. അച്ഛാ, അമ്മ, ഇവളാണ് ആര്യ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കരുത്ത്. ഇവളെയാണ് ഞാൻ ജീവിതത്തിലേക്ക് കൂട്ടാൻ ആഗ്രഹിക്കുന്നത്. അമ്മ ഒന്ന് പുഞ്ചിരിച്ചു. പക്ഷേ അച്ഛന്റെ മുഖത്ത് ഒരു ഗൗരവം തങ്ങി നിന്നു. ആര്യയെ വെല്ലുവിളിക്കാൻ പോകുന്ന ഒരു പുതിയ പരീക്ഷണം അവിടെ തുടങ്ങുകയായിരുന്നു. വിക്രാന്തിന്റെ അച്ഛൻ രാഘവൻ നായർ വിപണിയിലെ വമ്പൻ സ്രാവാണ്. പണത്തിനും പദവിക്കും അപ്പുറം ഒന്നും കാണാത്ത മനുഷ്യൻ. അദ്ദേഹം ആര്യയെ തലമുതൽ പാദം വരെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ ഒരുതരം അവജ്ഞ തങ്ങി നിന്നിരുന്നു. വിക്രാന്ത്, നിനക്ക് ബുദ്ധിഭ്രമം ബാധിച്ചോ? ബിസിനസ് ലോകത്ത് നീ നേടിയെടുത്ത ഈ അന്തസ് ഒരു സാധാരണക്കാരിയെ വിവാഹം കഴിച്ചാൽ ഇല്ലാതാകുമെന്ന് നിനക്കറിയില്ലേ? രാഘവൻ നായർ ഗൗരവത്തോടെ ചോദിച്ചു. ആര്യയുടെ മനസ്സൊന്ന് പിടഞ്ഞു. പക്ഷെ അവൾ തളർന്നില്ല. വിക്രാന്ത് അവളെ സംരക്ഷിക്കാനായി മുന്നോട്ട് വന്നപ്പോൾ അവൾ അവന്റെ കൈ മെല്ലെ തടഞ്ഞു. ഇത് താൻ തന്നെ നേരിടേണ്ട കാര്യമാണെന്ന് അവൾക്ക് തോന്നിയിരുന്നു. അങ്കിൾ, ആര്യ വിറക്കാത്ത ശബ്ദത്തിൽ തുടങ്ങി. പണത്തിനും പദവിക്കും ഒരു മനുഷ്യന്റെ മൂല്യത്തെ അളക്കാൻ കഴിയില്ല. വിക്രാന്തിന്റെ കൂടെ നിന്നത് അദ്ദേഹത്തിന്റെ പണം കണ്ടിട്ടല്ല, അദ്ദേഹത്തിന്റെ മനസ്സ് കണ്ടിട്ടാണ്. ആ മനസ്സിലുള്ള സ്നേഹം പണത്തേക്കാൾ വലിയ സമ്പത്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാഘവൻ നായർ അല്പം അമ്പരന്നു. വിക്രാന്ത് പോലും അത്ഭുതത്തോടെ ആര്യയെ നോക്കി. ഇത്രയും ആത്മവിശ്വാസത്തോടെ തന്റെ അച്ഛനോട് സംസാരിച്ച മറ്റൊരാളെ അവൻ കണ്ടിട്ടില്ല. സമ്പത്ത് പോയാൽ തിരിച്ചു പിടിക്കാം, പക്ഷേ സ്നേഹം പോയാൽ അത് തിരിച്ചു കിട്ടില്ല. വിക്രാന്തിനെ ഒരു കലിപ്പം ബോസ് എന്നതിൽ നിന്നും സ്നേഹമുള്ള മനുഷ്യനായി മാറ്റാൻ കഴിഞ്ഞുവെങ്കിൽ അതിൽ ഞാൻ അഭിമാനിക്കുന്നു. ആര്യ തുടർന്നു. രാഘവൻ നായർ ഒന്നും മിണ്ടിയില്ല. അദ്ദേഹം എഴുന്നേറ്റ് ജനലരികിലേക്ക് നടന്നു. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അദ്ദേഹം തിരിഞ്ഞു നോക്കി. എന്റെ മകൻ പഴയ വിക്രാന്ത് അല്ലാതായി മാറിയിരിക്കുന്നു. അവന്റെ കണ്ണുകളിലെ ഈ മാറ്റം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരുപക്ഷെ പണം മാത്രമുള്ള കുടുംബത്തേക്കാൾ നല്ലത് സന്തോഷമുള്ള കുടുംബമായിരിക്കും. അമ്മക്ക് സന്തോഷമായി. അവർ ആര്യയുടെ അടുത്ത് വന്ന് അവളുടെ കയ്യിൽ പിടിച്ചു. ആര്യ, നീ പറയുന്നതാണ് സത്യം. വിക്രാന്ത് ഇത്രയും സന്തോഷവാനായി ഞാൻ കണ്ടിട്ടില്ല. അന്ന് ആ വീട്ടിലൊരു ചെറിയ ആഘോഷം നടന്നു. രാഘവൻ നായരുടെ അംഗീകാരം ലഭിച്ചതോടെ വിക്രാന്തിന്റെ സന്തോഷം ഇരട്ടിയായി. അന്ന് രാത്രി തോട്ടത്തിൽ വെച്ച് വിക്രാന്ത് ആര്യയോട് പറഞ്ഞു, നീ എന്നെ വീണ്ടും വീണ്ടും അത്ഭുതപ്പെടുത്തുകയാണ് ആര്യ. ആര്യ അവനെ നോക്കി പുഞ്ചിരിച്ചു. എന്നാൽ ആ സമയത്ത് വിക്രാന്തിന്റെ ഫോൺ ഒന്ന് റിംഗ് ചെയ്തു. അതവന്റെ പഴയൊരു ബിസിനസ് അസോസിയേറ്റിന്റെ കോളായിരുന്നു. ഫോൺ അറ്റൻഡ് ചെയ്ത് വിക്രാന്തിന്റെ മുഖം പെട്ടെന്ന് മങ്ങി. എന്താ വിക്രാന്ത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആര്യ ചോദിച്ചു. വിക്രാന്ത് ദീർഘശ്വാസം വിട്ടു. രാഹുലിനെ അറസ്റ്റ് ചെയ്തെങ്കിലും അവൻ ജയിലിൽ കിടന്നുകൊണ്ട് പുതിയൊരു കളിയൊരുക്കുന്നുണ്ട്. നമ്മുടെ കമ്പനിയിലെ പ്രധാനപ്പെട്ട ഒരു പ്രോജക്ട് ഫയൽ ചോർന്നു പോയിരിക്കുന്നു. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അവരുടെ സന്തോഷത്തിനുമേൽ വീണ്ടും ഒരു കരിനിഴൽ വീഴുന്നു. രാഹുൽ ജയിലിൽ നിന്ന് ആർക്കു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? ആര്യക്കും വിക്രാന്തിനു മുന്നിൽ ഇനിയൊരു വലിയ വെല്ലുവിളി കൂടി വരുന്നു. പ്രൊജക്ട് ഫയലുകൾ ചോർന്നുവെന്ന വാർത്ത വിക്രാന്തിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. രാഹുൽ ജയിലിലായിട്ടും എങ്ങനെ ഇത് സംഭവിച്ചു? വിക്രാന്തിന്റെ ഓഫീസിലെ ഏറ്റവും വിശ്വസ്തരായ ആളുകൾക്കിടയിൽ നിന്ന് തന്നെയാണ് ഈ ചതി നടന്നിരിക്കുന്നതെന്ന് ഉറപ്പായിരുന്നു. ആര്യ, രാഹുൽ ജയിലിൽ നിന്ന് പുറത്തുനിന്നുള്ള ആരുടെയോ സഹായത്തോടെയാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് ഓഫീസിലെ സെക്യൂരിറ്റി ഫുട്ടേജുകളും ലോഗിൻ വിവരങ്ങളും പരിശോധിക്കണം. വിക്രാന്ത് ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു. അവർ രണ്ടുപേരും ചേർന്ന് അന്ന് രാത്രി തന്നെ ഓഫീസിലെത്തി. സിസ്റ്റം പരിശോധിച്ചപ്പോൾ അവർ ഞെട്ടിപ്പോയി. ഫയലുകൾ ഡൗൺലോഡ് ചെയ്ത് IP അഡ്രസ് വിക്രാന്തിന്റെ തന്നെ ഏറ്റവും അടുത്ത സഹായിയായ മനോജിന്റേതായിരുന്നു. മനോജ് കഴിഞ്ഞ 10 വർഷമായി വിക്രാന്തിന്റെ കൂടെയുള്ളവനാണ്. മനോജോ? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വിക്രാന്ത് തലയിൽ കൈവച്ചു. ആര്യ സമാധാനത്തോടെ പറഞ്ഞു. വിക്രാന്ത്, വൈകാരികമായി ഇതിനെ കാണരുത്. പണം കൊണ്ടോ ഭീഷണി കൊണ്ടോ മനോജിനെ വശീകരിച്ചിട്ടുണ്ടാകാം. നമ്മൾ അവനെ ചോദ്യം ചെയ്യുകയല്ല വേണ്ടത്, മറിച്ച് അവനെ കൊണ്ട് തന്നെ സത്യം പറയിപ്പിക്കുകയാണ് വേണ്ടത്. അവർ മനോജിനെ നേരിട്ട് കാണാൻ തീരുമാനിച്ചു. പിറ്റേന്ന് രാവിലെ മനോജ് ഓഫീസിലെത്തിയപ്പോൾ വിക്രാന്ത് അവനെ തന്റെ ക്യാബിനിലേക്ക് വിളിച്ചു. മനോജിന്റെ മുഖത്ത് വല്ലാത്തൊരു പരിഭ്രമം ഉണ്ടായിരുന്നു. മനോജ്, കഴിഞ്ഞ 10 വർഷമായി നീ എന്റെ കൂടെയുണ്ട്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയാമായിരുന്നു. വിക്രാന്ത് ശാന്തമായി പറഞ്ഞു. മനോജ് മറുപടി പറയാൻ പ്രയാസപ്പെട്ടു. സർ, അത് ഞാനെല്ലാം അറിഞ്ഞു മനോജ്.
വിക്രാന്ത് ലാപ്ടോപ്പിലെ തെളിവുകൾ അവന് കാണിച്ചു കൊടുത്തു. രാഹുലിന് നീ ഫയലുകൾ അയച്ചു കൊടുത്തത് എന്തിനാണെന്ന് എനിക്കറിയണം. പണമാണോ അതോ അവനെന്തെങ്കിലും നിന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ടോ? മനോജ് കരഞ്ഞുകൊണ്ട് വിക്രാന്തിന്റെ കാലിൽ വീണു. സർ, എന്റെ മകളുടെ ചികിത്സയ്ക്ക് വലിയൊരു തുക ആവശ്യമായിരുന്നു. രാഹുൽ അത് വാഗ്ദാനം ചെയ്തു. എനിക്ക് വേറെ വഴിയില്ലാതായിരുന്നു സർ. വിക്രാന്തിന് ദേഷ്യത്തെക്കാൾ ഉപരിയായി സങ്കടമാണ് തോന്നിയത്. അവൻ മനോജിനെ എഴുന്നേൽപ്പിച്ചു. മനോജ്, തെറ്റ് ചെയ്തു പോയി. പക്ഷെ നിന്നെ കൊണ്ട് ഈ പണി ചെയ്യിച്ച രാഹുലിനെ എനിക്കൊരു പാഠം പഠിപ്പിക്കണം. നീ എന്നെ സഹായിക്കണം. രാഹുലിന്റെ പ്ലാൻ എന്താണെന്ന് അവനോട് തന്നെ ചോദിച്ചറിയണം. ആര്യയും വിക്രാന്തും ചേർന്നൊരു പുതിയ കെണിയൊരുക്കി. രാഹുലിന് വിവരങ്ങൾ കൈമാറുന്നതിനായി മനോജിനെ കൊണ്ടൊരു വ്യാജ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി അയപ്പിച്ചു. ഈ റിപ്പോർട്ട് കമ്പനിയുടെ പൂർണ്ണമായ നാശത്തിന് കാരണമാകുന്ന ഒന്നാണെന്ന് വിശ്വസിപ്പിച്ച് രാഹുലിനെ പുറത്തു കൊണ്ടുവരാനായിരുന്നു അവരുടെ പദ്ധതി. അന്ന് വൈകുന്നേരം രാഹുലിന്റെ ഗുണ്ടകൾ മനോജിനെ കാണാനെത്തിയപ്പോൾ അവർ വിക്രാന്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പിടിയിലായി. കാര്യങ്ങൾ ഒത്തുകളിയാണെന്ന് മനസ്സിലാക്കിയ രാഹുലിന്റെ ആളുകൾ കുടുങ്ങി. വിക്രാന്ത് ആര്യയെ ചേർത്ത് പിടിച്ചു. നമ്മൾ ജയിച്ചു ആര്യ. മനോജിന്റെ മകളുടെ ചികിത്സയ്ക്ക് ഞാൻ തന്നെ പണം നൽകാം. സത്യസന്ധതയേക്കാൾ വലുതല്ല ഒന്നും. ആര്യ പുഞ്ചിരിച്ചു. എന്നാൽ വിക്രാന്തിന്റെ മനസ്സിൽ ഒരു ചെറിയ സംശയം ബാക്കിയുണ്ടായിരുന്നു. രാഹുൽ ഇത്ര വേഗം കീഴടങ്ങുമോ? അതോ ഇതിലും വലിയൊരു ചതി അവൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? രാഹുലിന്റെ ഗുണ്ടകളെ പിടികൂടിയതോടെ വിക്രാന്ത് അല്പം ആശ്വാസത്തിലായിരുന്നു. മനോജിന്റെ മകളുടെ ചികിത്സാ ചിലവുകൾ പൂർണ്ണമായും ഏറ്റെടുത്ത് അവൻ അവനോടുള്ള ദേഷ്യം മുഴുവൻ മാറ്റിയിരുന്നു. എന്നാൽ കാര്യങ്ങൾ വിചാരിച്ചത്ര എളുപ്പമായിരുന്നില്ല. രാഹുൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള ഒരു പ്രധാനപ്പെട്ട വഴി അവൻ കണ്ടെത്തിയിരുന്നു. അവന്റെ വക്കീൽ മുഖാന്തരം അവൻ കോടതിയിൽ നൽകിയ ഒരു പുതിയ ഹർജി. അന്ന് വൈകുന്നേരം വിക്രാന്തും ആര്യയും ഓഫീസിൽ നിന്ന് മടങ്ങുമ്പോൾ വിക്രാന്തിന്റെ ഫോണിലേക്ക് ഒരു അജ്ഞാത സന്ദേശം വന്നു. അത് രാഹുലിന്റെ ഫോൺ നമ്പറിൽ നിന്നായിരുന്നു. നിങ്ങൾ കളിച്ച കളി ജയിച്ചു എന്ന് കരുതേണ്ട വിക്രാന്ത്, ഞാൻ പുറത്തിറങ്ങാൻ പോവുകയാണ്. അതിനുശേഷം നീ കാണാൻ പോകുന്നതാണ് യഥാർത്ഥ കളി. വിക്രാന്തിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അവൻ ആര്യയോട് പറഞ്ഞു, അവൻ ഇനിയും എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിയമത്തിന്റെ വഴിക്ക് പോയാലും ഇവൻ എങ്ങനെയോ രക്ഷപ്പെടുന്നു. എന്തോ വലിയൊരു ചതി ഇവൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആര്യയുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായി. അവൾ പെട്ടെന്നോർത്തത് രാഹുലിന്റെ പഴയ ചില ബിസിനസ് ബന്ധങ്ങളെ കുറിച്ചായിരുന്നു. അവൻ നേരിട്ട് കളിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരെ കൊണ്ട് കളിപ്പിക്കുന്നവനാണ്. പിറ്റേന്ന് രാവിലെ വിക്രാന്ത് ഓഫീസിലെത്തിയപ്പോൾ കണ്ടത് അവിശ്വസനീയമായ ഒരു കാഴ്ചയായിരുന്നു. ഓഫീസിന്റെ മുന്നിൽ വൻ പോലീസ് സംഘം. ഒരു വലിയ തട്ടിപ്പ് കേസിൽ വിക്രാന്തിനെതിരെ വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നു. സർ, നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിക്രാന്തിന്റെ മുന്നിലേക്ക് വന്നു. ആര്യ പരിഭ്രമത്തോടെ അടുത്തു വന്നു. ഇതൊരു തെറ്റാണ്. സർ നിരപരാധിയാണ്. ഇതിനൊക്കെ പിന്നിൽ രാഹുലാണ്, വിക്രാന്ത് ഗൗരവത്തോടെ പറഞ്ഞു. എന്നാൽ അവന്റെ കൈകളിൽ വിലങ്ങ് വീണു. ഓഫീസിലെ ജീവനക്കാർ അത്ഭുതത്തോടെ നോക്കി നിൽക്കെ വിക്രാന്തിനെ അവർ കൊണ്ടുപോയി. ആര്യ തനിച്ചായി. ഒരു നിമിഷം അവൾ തകർന്നുപോയി. പക്ഷെ അവൾക്കറിയാമായിരുന്നു ഇത് രാഹുലിന്റെ അവസാനത്തെ തന്ത്രമാണെന്ന്. വിക്രാന്തിനെ പുറത്തിറക്കാൻ തനിക്ക് മാത്രമേ സാധിക്കൂ. അവൾ ആര്യയല്ല, വിക്രാന്തിന്റെ ശക്തിയായ ആര്യയായി മാറി. അവൾ ഉടനെ തന്നെ രാഘവൻ നായരെ വിളിച്ചു. കൂടാതെ വിക്രാന്ത് ശേഖരിച്ചു വെച്ചിരുന്ന തെളിവുകൾ മുഴുവൻ പരിശോധിക്കാൻ അവൾ തീരുമാനിച്ചു. അതിൽ രാഹുലിന്റെ അഴിമതികളെക്കുറിച്ചുള്ള നിർണായകമായ ഒരു ഫയൽ അവൾ കണ്ടെത്തി. അത് രാഹുലിന്റെ ഏറ്റവും അടുത്ത പങ്കാളിയായ ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ പേര് വെളിപ്പെടുത്തുന്നതായിരുന്നു. ആര്യ തനിച്ചല്ലെന്ന് അവൾക്ക് തോന്നി. വിക്രാന്ത് തന്നെ പഠിപ്പിച്ച ആ ആത്മവിശ്വാസം അവളിൽ നിറഞ്ഞു. അവൾ നേരെ കോടതിയിലേക്ക് കുതിച്ചു. രാഹുലിന്റെ കളി ഇനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനല്ല, മറിച്ച് ജയിലിലേക്ക് തിരിച്ചു പോകാനായിരിക്കും. കോടതി പരിസരം അഭിഭാഷകരെ കൊണ്ടും മാധ്യമ പ്രവർത്തകരെ കൊണ്ടും നിറഞ്ഞിരുന്നു. വിക്രാന്തിനെ പോലീസ് ജീപ്പിൽ നിന്ന് ഇറക്കുമ്പോൾ അവന്റെ കണ്ണുകൾ തിരഞ്ഞത് ആര്യയായിരുന്നു. ദൂരെ നിന്ന് അവൾ തല ഉയർത്തി നിൽക്കുന്നത് കണ്ടപ്പോൾ വിക്രാന്തിന്റെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി വിരിഞ്ഞു. താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന ഉറച്ച വിശ്വാസം അവനിലുണ്ടായിരുന്നു. കോടതിയിൽ വാദം തുടങ്ങി. വിക്രാന്തിനെതിരെ വ്യാജരേഖകൾ ഹാജരാക്കി രാഹുലിന്റെ വക്കീൽ വാദിച്ചു. വിക്രാന്ത് കമ്പനിയുടെ ഫണ്ട് അട്ടിമറിച്ചു എന്നായിരുന്നു പ്രധാന ആരോപണം. തെളിവുകളായി ഹാജരാക്കിയത് വ്യാജമായ ഡിജിറ്റൽ രേഖകളായിരുന്നു. ന്യായാധിപൻ വിക്രാന്തിനോട് സംസാരിക്കാൻ അനുവാദം ചോദിച്ചപ്പോൾ വിക്രാന്ത് ആര്യയെ നോക്കി. ആര്യ വേദിയിലേക്ക് കടന്നു വന്നു. അവളുടെ കൈകളിൽ ഒരു പെൻഡ്രൈവ് ഉണ്ടായിരുന്നു. യുവർ ഓണർ, ആര്യയുടെ ശബ്ദം കോടതി മുറിയിൽ മുഴങ്ങി. വിക്രാന്ത് സർ കമ്പനിയിൽ നിന്ന് ഒരു രൂപ പോലും അനധികൃതമായി എടുത്തിട്ടില്ല. മറിച്ച് രാഹുൽ എന്ന വ്യക്തി കമ്പനിയുടെ ഫണ്ട് വെട്ടിച്ച് അത് മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയതിന്റെ തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. ഈ ഡിജിറ്റൽ രേഖകൾ എഡിറ്റ് ചെയ്തതാണ്. അതിനുള്ള ഒറിജിനൽ ലോഗ് ഫയലുകൾ ഇതാ. കോടതിയിൽ വലിയ ബഹളമുണ്ടായി. ആര്യ സമർപ്പിച്ച തെളിവുകൾ രാഹുലിന്റെ വക്കീലിനെ നിശബ്ദനാക്കി. അഴിമതിക്ക് പിന്നിലെ ഉന്നത ഉദ്യോഗസ്ഥന്റെ പേരും അതിലുണ്ടായിരുന്നു. ആ ഉദ്യോഗസ്ഥൻ രാഹുലിന്റെ അടുത്ത ബിസിനസ് പങ്കാളിയായിരുന്നു എന്ന് തെളിഞ്ഞു. രാഹുലിന്റെ നിർദ്ദേശപ്രകാരം ഈ വ്യാജരേഖകൾ തയ്യാറാക്കിയത് ആരാണെന്ന് കണ്ടെത്തണം, ആര്യ തുടർന്നു. അതുകൂടാതെ വിക്രാന്ത് സാറിനെ കേസിൽ കൊടുക്കാൻ രാഹുൽ ഉപയോഗിച്ച ഫോൺ കോളുകളുടെ റെക്കോർഡുകളും ഇവിടെയുണ്ട്. കോടതിയുടെ വിധി പെട്ടെന്നായിരുന്നു. വിക്രാന്തിനെതിരെയുള്ള എല്ലാ ആരോപണങ്ങളും തള്ളിക്കളഞ്ഞു. രാഹുലിനെയും അവന്റെ കൂട്ടാളികളെയും അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടു. രാഹുലിന്റെ മുഖം വിളറി വെളുത്തു. അവൻ ചെയ്തു കൂട്ടിയ ക്രൂരതകൾക്കെല്ലാം പകരം വീട്ടാൻ നിയമം തയ്യാറായി കഴിഞ്ഞിരുന്നു. കോടതിക്ക് പുറത്തിറങ്ങിയ വിക്രാന്ത് ആര്യയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു.
അവളെ വാരിപ്പുണരാൻ അവൻ ആഗ്രഹിച്ചു. പക്ഷേ അവൻ തന്റെ നിയന്ത്രണം വീണ്ടെടുത്തു. അവളുടെ കണ്ണുകളിലെ കണ്ണുനീർ കണ്ടപ്പോൾ അവന്റെ ഉള്ളം പിടഞ്ഞു. ആര്യ, നീ ഇന്ന് എനിക്ക് വേണ്ടി ചെയ്തത് എന്റെ ജീവിതം തന്നെ തിരികെ നൽകിയതിന് തുല്യമാണ്. ഞാൻ നിന്നെ സംശയിക്കുകയും ദ്രോഹിക്കുകയും ചെയ്ത അതേ നിമിഷങ്ങളിലാണ് നീ എനിക്ക് വേണ്ടി ഇങ്ങനെ പോരാടിയത്. വിക്രാന്തിന്റെ ശബ്ദമിടറി. ആര്യ പുഞ്ചിരിച്ചു. നമ്മൾ ഒരുമിച്ച് നേരിട്ടതല്ലേ വിക്രാന്ത്, ഇനി പേടിക്കാനൊന്നുമില്ല. രാഹുലിന്റെ കളി ഇവിടെ അവസാനിച്ചു. വിക്രാന്ത് അവളെ നോക്കി. ഇന്ന് അവളാണ് ആ ഓഫീസിലെ ബോസ്, താനല്ല. അവൾ കാണിച്ച ആത്മവിശ്വാസം അവനെ അത്ഭുതപ്പെടുത്തി. അവർ ഓഫീസിലേക്ക് മടങ്ങുമ്പോൾ പുതിയൊരു പ്രഭാതം കാത്തിരിപ്പുണ്ടെന്ന് അവർക്ക് തോന്നി. വിജയം ആഘോഷിക്കാൻ വിക്രാന്തിന്റെ വീട്ടിലൊരു ചെറിയ വിരുന്ന് നടന്നു. രാഹുലിന്റെ പതനത്തോടെ വിക്രാന്തിന്റെ ബിസിനസ് സാമ്രാജ്യം വീണ്ടും ഭദ്രമായി. എന്നാൽ അതെല്ലാം ഉപരിയായി അവന്റെ മനസ്സു നിറയെ ആര്യയായിരുന്നു. കലിപ്പൻ ബോസ് എന്ന പേര് മാറിയപ്പോൾ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി വിക്രാന്ത് മാറിയിരുന്നു. അന്ന് വൈകുന്നേരം എല്ലാവരും തിരക്കിലായിരുന്നപ്പോൾ വിക്രാന്ത് ആര്യയെ വീടിന്റെ മട്ടുപാവിലേക്ക് വിളിച്ചു. അവിടെ നിറയെ പൂക്കളും മങ്ങിയ വെളിച്ചവും ഒരുക്കിയിരുന്നു. ആര്യ അത്ഭുതത്തോടെ ചുറ്റും നോക്കി. വിക്രാന്ത് അവളുടെ അടുത്ത് വന്ന് മുട്ടുകുത്തി നിന്നു. കയ്യിലൊരു ചെറിയ ബോക്സ് ഉണ്ടായിരുന്നു. ആര്യ, പകയും ദേഷ്യവും മാത്രം മനസ്സിൽ നിറഞ്ഞിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഞാൻ. എന്റെ തെറ്റുകൾ തിരുത്താൻ എനിക്ക് അവസരം തന്നതിനും ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ എന്റെ കരുത്തായി നിന്നതിനും നന്ദി. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ എന്റെ ജീവിതത്തിന്റെ ഭാഗമാകുമോ? അവന്റെ കണ്ണുകളിൽ പ്രണയം തിളങ്ങുന്നുണ്ടായിരുന്നു. ആര്യക്ക് വാക്കുകൾ കിട്ടിയില്ല. സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ തലയാട്ടി സമ്മതം മൂളി. വിക്രാന്ത് ആ മോതിരം അവളുടെ വിരലിൽ അണിയിച്ചു. അധികം വൈകാതെ തന്നെ അവരുടെ വിവാഹം നടന്നു. അതൊരു ചെറിയ ചടങ്ങായിരുന്നു, പക്ഷെ സ്നേഹവും സന്തോഷവും നിറഞ്ഞതായിരുന്നു. രാഘവൻ നായർ പോലും ആര്യയെ മകളായി തന്നെ സ്വീകരിച്ചു. വിവാഹശേഷം ഓഫീസിലെ ജീവിതം പൂർണ്ണമായും മാറി. ആര്യ ഇനി വെറുമൊരു സ്റ്റാഫായിരുന്നില്ല, കമ്പനി ഡയറക്ടർ ബോർഡിൽ അംഗമായി. വിക്രാന്തും ആര്യയും ഒരുമിച്ച് കമ്പനിയെ പുതിയ ഉയരങ്ങളിലേക്ക് നയിച്ചു. പണ്ടത്തെ ആ കലിപ്പൻ ബോസ് ഇപ്പോൾ ഓഫീസിലെ ഏറ്റവും നല്ല ഭർത്താവായി മാറി. ഇടയ്ക്കിടെ ഓഫീസിലെ മീറ്റിങ്ങുകൾക്കിടയിലും ആര്യയുടെ കയ്യിൽ പിടിച്ചവൻ ചോദിക്കും, എന്റെ ഡാർലിംഗ് ബോസ്, അടുത്ത പ്ലാൻ എന്താണ്? തങ്ങളുടെ ജീവിതത്തിൽ വന്ന വലിയൊരു മാറ്റത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് ചിരി വരാറുണ്ട്. വെറുമൊരു തെറ്റിദ്ധാരണയിൽ തുടങ്ങി പരസ്പരം വേദനിപ്പിച്ച, പിന്നീട് പ്രണയത്തിൽ അലിഞ്ഞു ചേർന്ന അവരുടെ കഥ ശരിക്കും മനോഹരമായ ഒരു നോവൽ പോലെ തന്നെയായിരുന്നു. ഇരുളും വെളിച്ചവും നിറഞ്ഞ ആ യാത്രയിൽ അവർ പരസ്പരം സ്നേഹത്തിന്റെ വാഗ്ദാനങ്ങൾ നൽകി മുന്നോട്ട് നടന്നു. തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രൊജക്റ്റായ പ്രണയം അവർ ഭംഗിയായി പൂർത്തിയാക്കിയിരുന്നു.